നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിൽ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ നാഷ്വില്ലെ SC ആണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:45 ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഈ രണ്ട് ക്ലബ്ബുകളും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടം രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പരിക്ക് കാരണം മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. എന്നാൽ ഇതൊരു നിർണായകമായ മത്സരമാണ്. അതുകൊണ്ട് തന്നെ മെസ്സിയെ കളിപ്പിക്കാൻ തന്നെയാണ് ഇന്റർ മയാമിയുടെ നീക്കം. ഏതായാലും മത്സരത്തിന് മുന്നേ നടന്ന പ്രസ് കോൺഫറൻസിൽ മെസ്സിയെ പ്രശംസിച്ചുകൊണ്ട് പരിശീലകനായ ടാറ്റ മാർട്ടിനോ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന അതേ മെസ്സി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് ഇന്റർ മയാമി പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എവിടെയായാലും ഒന്നാമനായിരിക്കുക എന്നുള്ളത് ലയണൽ മെസ്സി തന്റെ കരിയറിൽ ഉടനീളം മെയിൻറ്റെയിൻ ചെയ്ത ഒരു കാര്യമാണ്. എപ്പോഴും പോരാടാനും വിജയിക്കാനുമുള്ള ഒരു അഭിനിവേശം അത് ലയണൽ മെസ്സിയിൽ ഉണ്ടാകും. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. പക്ഷെ അതൊരിക്കലും എന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല. കാരണം ലയണൽ മെസ്സിയെ പരിശീലിപ്പിക്കുന്നതിന്റെ മൂന്നാമത്തെ സ്റ്റേജാണിത്. ആദ്യ സ്റ്റേജിൽ ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇന്നും ഞാൻ ലയണൽ മെസ്സിയെ ഇപ്പോൾ കാണുന്നത്. എല്ലാത്തിനും വേണ്ടി പോരാടാനുള്ള, എല്ലാം നേടാനുള്ള ഒരു അഭിനിവേശം ഇപ്പോഴും ലയണൽ മെസ്സിയിലുണ്ട്. ഇതാണ് പരിശീലകൻ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അർജന്റീന ദേശീയ ടീമിൽ വെച്ചും ബാഴ്സലോണയിൽ വെച്ചും ടാറ്റ മാർട്ടിനോ മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇന്റർ മയാമിയിൽ വെച്ചുകൊണ്ട് മെസ്സിയെ പരിശീലിപ്പിക്കുന്നത്. ഈ സീസണിൽ മികച്ച രൂപത്തിൽ തുടങ്ങാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ലീഗിൽ 3 ഗോളുകൾ നേടിയ മെസ്സി കഴിഞ്ഞ നാഷ്വില്ലെ SCക്കെതിരെയുള്ള മത്സരത്തിൽ 1 ഗോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.